കലയും ജീവിതവും ഭാഗം 5. പ്രാപഞ്ചികമായ വികാസം എന്നതിലൂടെ കാരണോർജ വിശേഷമായ പ്രകാശത്തിൻ്റെയും ആകർഷണ ശക്തിയുടെയും സൂക്ഷ്മാവസ്ഥയുടെ തനത് പ്രവർത്തനം തന്നെയാണ് സംഭവിക്കുന്നത് എന്നതുകൊണ്ട് പദങ്ങളും സംഗീതം എന്ന ശബ്ദസത്തയും സംഗമിച്ച ഗാനവൈഭവത്തിന് ജീവനെ ത്രസിപ്പിക്കുന്നതിനും പരിണമിപ്പിക്കുന്നതിനും അധികമായി തന്നെ സാധ്യമാകുന്നു എന്ന് ബോധ്യപ്പെടാനാവുന്നു. ഇപ്രകാരം സംഭവിക്കുന്ന സംഗീതം രൂപരഹിതവും വർണ്ണരഹിതവുമായി അനുഭവപ്പെടുന്നുവെങ്കിലും അതിലേക്ക് ആസ്വാദനം എന്ന നിലയിൽ ജീവനുകൾ ആകൃഷ്ടരാവുന്നത് ഈ വൈഭവത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന അതീവ സൂക്ഷ്മമായ ജീവനെ ജനിപ്പിക്കുന്ന ആകർഷണ ശക്തിവിശേഷത്തിൻ്റെ സ്വാധീനം നിമിത്തമാകുന്നു. പ്രപഞ്ചത്തെ ഒരൊറ്റ ഒന്നായി പ്രവർത്തിപ്പിച്ച് നിർത്തുന്നത് ഈ ആകർഷണ ശക്തിവിശേഷം ആയിരിക്കുന്ന സ്ഥിതിക്ക് സംഗീതവും ഭാവനയുടെ പ്രത്യക്ഷതയായ പദങ്ങളും ഒത്തുചേരുന്ന മധുരഗാനങ്ങൾക്ക് ജീവനുകളെ അവയുടെ ശേഷിക്കൊത്തവണ്ണം ആകർഷിക്കുന്നതിനും സംസ്കാരമായി സമൂഹമായി ഒന്നിപ്പിക്കുന്നതോ ഭിന്നിപ്പിക്കുന്നതോ ആയ ഒരു പരിണതിയിൽ എത്തിക്കുന്നതിനും സാധ്യമായി വരുന്നു. നിശ്ചലമോ ചലനാത്മകമോ ആയ ദൃശ്യകലയിലും എല്ലാറ്റിലും എന്ന പോലെ സ്വരങ്ങളുടെ ഈ ആകർഷണ ശക്തിവിശേഷം നിക്ഷിപ്തമായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ജീവനുകൾ ഇവയിലേക്ക് ആകർഷിക്കപ്പെട്ടു വരുന്നതും. ഇപ്രകാരം സ്വരങ്ങൾക്ക് കാരണമായിത്തീരുന്ന അത്യതീവ സൂക്ഷ്മ സങ്കല്പവിശേഷം എന്ന വൈഭവം പ്രപഞ്ചോൽപത്തിയുടെ യഥാർത്ഥ കാരണശക്തിവിശേഷവും ആണെന്ന് മനസ്സിലാക്കാം. ഇക്കാരണത്താലാണ് സ്വരത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് ജീവസമൂഹങ്ങളുടെ ആസ്വാദന നിലവാരം മാറി മറിയുന്നതും. ഓരോ ജീവനും ഓരോ അവസ്ഥയിലുള്ള അതാതിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് പ്രകാശസൂക്ഷ്മത എന്ന വർണ്ണവൈവിധ്യങ്ങളുടേതായ ഊർജ്ജനിക്ഷിപ്താവസ്ഥയിലേക്ക് ആകർഷിക്കപ്പെട്ടു വരുന്നത് പോലെ ജീവവൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ശേഷീവിശേഷങ്ങൾക്ക് ആനുപാതികമായി കലയുടെ ആസ്വാദന മണ്ഡലം വൈവിധ്യങ്ങൾ ഉള്ളതായി തീരുന്നു. കല എന്ന പോലെ തന്നെ ജീവനുകളുടെ അവസ്ഥാമാറ്റങ്ങൾ സാധ്യമാവും വിധം സ്വാധീനിക്കുന്ന കായിക മത്സരങ്ങളും ആ പ്രവർത്തന വൈവിധ്യങ്ങളുടെ ശക്തിയും സൗന്ദര്യവും വിജയപരാജയങ്ങളും എന്നാൽ സങ്കല്പങ്ങളുടെ വിജയപരാജയങ്ങളും പൂർണ്ണത എന്ന പരിഗണനയിൽ സങ്കല്പങ്ങൾ എന്ന നിക്ഷിപ്ത ശക്തിവിശേഷത്തെ എവിടെ വരെ എടുത്തുപയോഗിക്കാൻ ജീവനുകൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ബോധ്യപ്പെടുത്തലുകളുമാണ്. ഇവിധം ദൃശ്യവും ശ്രാവ്യവുമായ ആസ്വാദന മാധ്യമങ്ങൾ എന്നതുപോലെ സ്പോർട്സും മത്സര സ്വഭാവമുള്ള സങ്കല്പങ്ങളുടെ എടുത്തുവിനിയോഗം ആയതുകൊണ്ട് ജീവനെ അതിവേഗം പരിണതികൾക്ക് വിധേയമാക്കുന്ന ശക്തിവിശേഷങ്ങൾ തന്നെയാവുന്നു. ക്രമീകരണത്തിൻ്റെതായ പ്രത്യേകതകൾ കൊണ്ടും ജീവന്റെ പഴക്കം കൊണ്ടും മാത്രം സാധ്യമാവുന്ന അനുഭവതരമായ ശേഷിക്കുറവ് കൊണ്ടുമെല്ലാം ഇവയൊക്കെ സൂക്ഷ്മമായ അർത്ഥത്തിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നു മാത്രം. സസ്യമായി വളർന്നു തുടങ്ങുന്ന ഒരു ജീവരൂപം കാലം കടന്നു പോകുന്നതിനൊപ്പം അതിൻ്റെ വളർച്ചാ വികാസങ്ങളും പ്രവർത്തനശേഷിയും കരുത്തും സ്വഭാവ ഗുണവും എല്ലാം വ്യക്തമാക്കുന്നത് പുതുതായി ജനിക്കുന്ന ബഡ്ഡുകളിലൂടെയാവുന്നു. സസ്യരൂപത്തിന് മൊത്തമായുള്ള ജീവശേഷിയും അവസ്ഥാഗുണവും എത്രത്തോളമാകുന്നുവോ അതിനനുസരിച്ച് മാത്രമായിരിക്കും ബഡ്ഡുകളുടെ പ്രത്യക്ഷീഭവിക്കലും ഇലച്ചാർത്തുകളുടെ ഭാരവും പൂക്കളുടെ സൗന്ദര്യവും പ്രത്യുൽപാദനക്ഷമതയുമെല്ലാം സാധ്യമായി വരുന്നത്. ഇതുപോലെ തന്നെയാണ് സ്പോർട്സ് എന്ന വിവക്ഷയിൽപ്പെടുത്താവുന്ന കായിക പ്രവർത്തനങ്ങളും മത്സരങ്ങളും ആസ്വാദ്യതരമാക്കുന്നതും ഫലത്തെ ജനിപ്പിക്കുന്നതും. ഇവിധത്തിൽ ഉദാഹരണങ്ങളിലൂടെയും ജീവപ്രവർത്തനങ്ങളെ സൂക്ഷ്മ നിരീക്ഷണ വിധേയമാക്കുന്നതിലൂടെയും കാര്യകാരണങ്ങൾ മനസ്സിലാക്കാം എന്നിരിക്കെ ലോകമെമ്പാടും ഈ കാലത്തിൻ്റെ ആവേശമായി പടർന്നിരിക്കുന്ന കായിക മത്സരങ്ങൾ സൂക്ഷ്മ പ്രകൃതിയിൽ സൃഷ്ടിച്ചു വിടുന്ന സങ്കല്പ മാഹാത്മ്യവും വൈകല്യവും എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് തിരിച്ചറിയേണ്ടതാകുന്നു. ലോകമാകെ മനുഷ്യജീവിതത്തെ അതിശക്തമായി സ്വാധീനിച്ചു നിൽക്കുന്ന കായിക മത്സരങ്ങൾ എന്ന ഊർജ്ജവിനിമയം
സൂക്ഷ്മാന്തരങ്ങളിലെ പിതൃജീവശേഷികളുമായും കാരണോർജ വിശേഷങ്ങളുമായും ബന്ധമുള്ളതല്ലാതെ വരുന്നില്ലാത്തതുകൊണ്ട് കേവലം കായിക വിനോദം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഈ മത്സരങ്ങളും സൂക്ഷ്മലോകത്തെയാകെ അത്യധികമായി തന്നെ സ്വാധീനിക്കുന്നതായി വരുന്നു. സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായ കായികശേഷിയുടെ പരമാവധി ഉപയോഗം എന്ന മത്സരഫലങ്ങൾക്ക് യാതൊന്നുമല്ലാത്ത അവസ്ഥാവിശേഷമായി ജീവന്റെ പരിണാമത്തെ സ്വാധീനിക്കാതിരിക്കുന്നതായി നിലകൊള്ളാൻ സാധ്യമാവുകയില്ല. പരിണാമ വിഷയമായതെന്തും പ്രവൃത്തി മുഖാന്തരം സംഭവിക്കുന്നതാകൊണ്ട് കായിക മത്സരങ്ങൾ എന്ന പരമാവധിയിലെത്തുന്ന പ്രവർത്തനങ്ങൾക്കും ജീവനുകളെ പരിണമിപ്പിച്ച് അറിവാക്കി സംസ്കാരമാക്കി വളർത്തിയെടുക്കുന്നതിലേക്ക് അത്യധിക സ്വാധീനം ചെലുത്താൻ സാധ്യമാകുന്നുവെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനാവുന്നു. ചിന്താപരവും ഭരണപരവും ശാസ്ത്രീയവുമായി ജീവശേഷിക്കു ഗുണകരമാവും വിധം എന്തെങ്കിലും വിപുലമായ അറിവുകളും കഴിവുകളും ഉൾക്കൊണ്ടു നിൽക്കുന്നവരായി പക്ഷേ മിക്കവാറും കായിക താരങ്ങളെ കാണാനാവുന്നില്ല. ബൗദ്ധികമായി വെറും സാധാരണ മനുഷ്യർ മാത്രമായ ഇക്കൂട്ടർക്ക് കൈമുതലായി ഉണ്ടാവുന്നത് വേഗവും കരുത്തും തുടങ്ങി ചില പ്രാകൃതം എന്ന് പറയാവുന്ന വിധത്തിലുള്ള അഭ്യാസങ്ങൾക്കുള്ള ശേഷി മാത്രമാണെന്ന് കാണാനാവുന്നു. എങ്കിലും ഈ വിധത്തിലാകെ പ്രകടമാവുന്ന കായിക ശേഷി എന്നത് ജീവനുകളെ സ്വാധീനിക്കുന്നതിന് പ്രാപ്തിയുള്ള ശക്തിവിശേഷങ്ങൾ ഉൾക്കൊണ്ടു നിൽക്കുന്നു എന്നതിനാലാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഈ പ്രകടനങ്ങളിലേക്ക് ആകൃഷ്ടരാവുന്നതും ആവേശം കൊള്ളുന്നതും. സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഔന്നത്യം എന്ന ലക്ഷ്യവിശേഷങ്ങളുടെ പ്രതിഫലനം എന്ന നിലയിൽ പ്രത്യക്ഷീകരിച്ച് പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ് കായിക വിനോദങ്ങളും മത്സരങ്ങളും അർത്ഥവത്തായി തീരുന്നത്. മിക്കവാറും ഉന്നതരായ സാംസ്കാരിക നായകരും ഭരണകർത്താക്കളും തത്വജ്ഞാനികളും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സങ്കല്പ ലക്ഷ്യങ്ങളുടെയും ബുദ്ധിവൈഭവത്തിൻ്റെയും ഒക്കെ മഹത്വവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കായിക മത്സരങ്ങൾ എന്തെങ്കിലും ഒന്ന് ആണെന്ന് പറയാവുന്ന വിധത്തിൽ മഹത്വമുള്ളതായി കാണാനാവുകയുമില്ല. എങ്കിലും പദവിയും കീർത്തിയും ആദരവും ലഭിക്കുന്ന ഉന്നതന്മാരായ കായിക താരങ്ങൾ വിചാരപരമായും പ്രാവർത്തികമായും ഔന്നത്യമുള്ള സങ്കല്പ നിയന്ത്രണ ശേഷികളുടെ ലക്ഷ്യങ്ങൾക്ക് കീഴ്പ്പെട്ട് അതിൽ ലയിച്ചു നിന്ന് പ്രവർത്തിക്കുന്നത് നിമിത്തമായി കർമ്മഫലം എന്ന നിലയിൽ സൂക്ഷ്മത്തിൽ നിറയുന്ന കാരണശക്തിവിശേഷങ്ങൾ ആയിത്തീരുന്നതിന് ഇടവരുന്നു. ഇക്കാരണത്താലാണ് കായിക താരങ്ങൾ ആരാധനാമൂർത്തികളാവുന്നതും ബഹുമാനിതരാവുന്നതും ആകേണ്ടിയിരിക്കുന്നതും. ഫലങ്ങൾ നിർണയിക്കുന്ന പ്രാവർത്തികതയുടെ ഗതി ഇவ்விധമായതുകൊണ്ട് കായിക താരങ്ങളും അവരെ നിയന്ത്രിക്കുന്ന ഒഫീഷ്യലുകളും വിവേകവും ലക്ഷ്യബോധവും ഉള്ളവരാകേണ്ടത് കേവലമായ അനിവാര്യത ആയിത്തീരുന്നു. ഒരു സസ്യജീവനുമായുള്ള താരതമ്യത്തിൽ ജീവന്റെ അധിക പ്രവർത്തനശേഷി നിമിത്തം പലതെന്ന് തോന്നാവുന്ന വിധത്തിൽ വിഭജിതമായ ഒരൊറ്റ ജീവൻ അതിനോട് തന്നെ മത്സരിച്ച് മുന്നേറുന്നതും പ്രവർത്തിച്ചെടുക്കുന്നതുമായ നേട്ടങ്ങളായാണ് കായിക മത്സരങ്ങളെ കാണാനാവുക. സുഖവും ദുഃഖവും ഗുണപ്രദവും ദോഷകരവും ഒക്കെയായി അനുഭവത്തിൽ വരുന്ന ജീവിതത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ എന്നത് വാസ്തവത്തിൽ ലഘുവും ചെറുതുമായ നിരവധി പ്രവർത്തനങ്ങളുടെ പരിണതിയായ ആകെ ഫലം എന്നതാകുന്നു. ഇവിധം ഒരു ജീവിതാനുഭവം വന്നുപെടുന്നത് താരതമ്യം കൊണ്ട് സകല ധാതുക്കളും സൂക്ഷ്മവിശേഷങ്ങളുമായ ഊർജത്തിന്റെ ഭാവവൈവിധ്യങ്ങൾ എല്ലാം ചേർന്ന് ജീവരൂപമായി പ്രത്യക്ഷീഭവിച്ചു വരികയും പ്രവർത്തനമായി ശക്തമായി തീരുകയും ചെയ്യുന്ന ശേഷീവിശേഷത്തിന്റെ പരിണതാവസ്ഥയുമാകുന്ന സൂക്ഷ്മശക്തിവിശേഷം എന്ന നിലയിലാകുന്നു. ഇവിധത്തിലുള്ള നിരവധിയായ സൂക്ഷ്മശക്തി വിശേഷങ്ങളാകുന്ന അനുഭവഗതി എന്ന പ്രസക്ത ഭാഗങ്ങളെ സമന്വയിപ്പിച്ച് സൃഷ്ടിച്ചെടുക്കുന്നതാണ് സ്റ്റേജിലും സ്ക്രീനിലുമായി ഇന്ന് നമുക്ക് ആസ്വദിക്കാനാവുന്ന കലാരൂപങ്ങൾ. ഇത്തരത്തിൽ സ്റ്റേജിൽ കാണുന്ന നൃത്യങ്ങളും സംഗീത സദസ്സും തുടങ്ങിയ കലാരൂപങ്ങൾ
ഊർജം പരിവർത്തിതമായി സംഭവിക്കുന്ന കാരണോർജത്തിൻ്റെ ജീവരൂപത്തിലൂടെ വെളിവാകുന്ന പ്രത്യക്ഷതയാകുന്നു എന്നതിനെക്കുറിച്ച് സംശയിക്കാൻ തന്നെ യാതൊന്നും ഉണ്ടാവുന്നില്ല. ഈ വിധത്തിൽ കാരണോർജത്തിൻ്റെ പ്രത്യക്ഷാവതരണമായ കലാപ്രവർത്തനങ്ങൾ ജീവശേഷികളെ പരിണമിപ്പിക്കുന്ന അതുല്യ സ്വാധീന ശക്തി തന്നെ ആയിരിക്കുകയും ചെയ്യുന്നു.